ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ LDC മാരത്തോണിന്റെ അടുത്ത നമുക്ക് ഉറപ്പായിട്ടും ചോദ്യങ്ങളിൽ കടന്നു വരാൻ സാധ്യതയുള്ള ഒന്നാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇന്നത്തെ വീഡിയോയിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, നിർദ്ദേശങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ കമന്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട കാര്യം പഠിക്കാം. ആരാണ് നാട്ടുരാജ്യ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത്? സർദാർ വല്ലഭഭായി ആണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭഭായി പട്ടേലാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത്. ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി കൂടിയാണ് ആര്? സർദാർ വല്ലഭഭായ് പട്ടേൽ എന്ന് പറയുന്നത്. സർദാർ വല്ലഭഭായ് പട്ടേൽ. അപ്പൊ നാട്ടുരാജ്യ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭഭായ് പട്ടേലാണ്. ഓക്കെ, ഇനി നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയ കരാറാണ് ലയന കരാർ അഥവാ ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ അല്ലെങ്കിൽ ലയന കരാർ എന്ന് മലയാളത്തിൽ പറയുന്നത് എന്താണ്? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയ ഒരു കരാറാണ്. ആരൊക്കെ? പട്ടേലും VP മേനോൻ. ഇതിൽ കൂടി ഉൾപ്പെടുന്ന ഒരാളാണ് നെഹ്റുവും കൂടി ഉണ്ടെന്ന് പറയാം. നെഹ്റു കൂടെ ഉണ്ട്, കാരണം നെഹ്റു ആണ് ആ സമയത്തെ പ്രധാനമന്ത്രി. അതുകൊണ്ട് തന്നെ നെഹ്റുവും പട്ടേലും VP മേനോനും എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേലും കാര്യങ്ങൾ ചെയ്തത് VP മേനോനുമാണ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ്? അത് ഭാവ്നഗർ ആണ്. ബിക്കാനീർ എന്നും പറയുന്നുണ്ട്. പക്ഷെ ഭാവ്നഗർ ആണ് ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യം. ഭാവ്നഗർ അല്ലെങ്കിൽ ബിക്കാനീർ എന്ന് കാണാം. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഉത്തരമായി പരിഗണിക്കുക. ഇനി നാട്ടുരാജ്യ വകുപ്പ് അഥവാ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നത് 1947 മെയ് മാസത്തിലാണ്. 1947 മെയ് മാസത്തിലാണ് നാട്ടുരാജ്യ വകുപ്പ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നത്. 1947 മെയ്യിൽ അതിന്റെ വകുപ്പ് കൈകാര്യം ചെയ്തത് സർദാർ പട്ടേലാണ്. അതായത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അതിന്റെ സെക്രട്ടറി ആയിരുന്നു VP മേനോൻ എന്ന് മനസ്സിലാക്കുക. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് 565ഓളം നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എത്രയാണ്? 565ഓളം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് 1947 ഓഗസ്റ്റ് 15 ആ ഒരു കാലഘട്ടത്തിൽ 1947 കാലഘട്ടത്തിൽ 565ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവയിൽ 3 ഒഴികെ എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറായി. ഈ 3 ഒഴികെ എന്ന് പറയുമ്പോൾ കുറച്ചധികം നാട്ടുരാജ്യങ്ങൾ ഇങ്ങനെ ശങ്കിച്ച് നിന്നിരുന്നു. അതിനുശേഷമാണ് അവ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറായത്. എന്നാൽ 3 എന്താണ്? 3 നാട്ടുരാജ്യങ്ങൾ നിർബന്ധപൂർവ്വം ഈ ഒരു ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആ സമയത്ത് ഇന്ത്യ വിഭജന സമയത്ത് നാട്ടുരാജ്യങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാമെന്ന് പറഞ്ഞിരുന്നു. അതാണ് അതിന്റെ കാര്യം. ഈ 3 നാട്ടുരാജ്യങ്ങളും സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ചു. കുറച്ചധികം നാട്ടുരാജ്യങ്ങൾ അങ്ങനെ നിന്നെങ്കിലും ബാക്കിയെല്ലാം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറായി. പക്ഷെ ഇവ 3 ചേരാൻ തയ്യാറായില്ല. ഇവിടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഇന്ത്യ ബിഫോർ ആൻഡ് ആഫ്റ്റർ പാർട്ടീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാപ്പ് നിങ്ങൾ മനസ്സിലാക്കി. ഇതാണ് ഇന്ത്യ ബിഫോർ ആൻഡ് ആഫ്റ്റർ പാർട്ടീഷൻ. പാർട്ടീഷന് മുമ്പുള്ള ഇന്ത്യ ഇങ്ങനെ ആയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ, ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയ മേഖലകളും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് നാട്ടുരാജാക്കന്മാർ ഭരണം നടത്തിയ മേഖലകളുണ്ട് എന്നാണ് പറയുന്നത്. ഈ മഞ്ഞ കാണുന്നത് മൊത്തം ബ്രിട്ടീഷ് ഇന്ത്യയും ഈ നീല കാണുന്നത് എന്താണ്? നാട്ടുരാജ്യങ്ങളുമാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത് 1 കാശ്മീര്, 2 ജുനഗഡ്, 3 ഹൈദരാബാദ്. അതായത് കാശ്മീരും ജുനഗഡും ഹൈദരാബാദുമാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ. അതായത് 565ഓളം നാട്ടുരാജ്യങ്ങളിൽ വെറും 3 നാട്ടുരാജ്യങ്ങൾ, അതാണ് കാശ്മീരും ജുനഗഡും ഹൈദരാബാദും, ഇവ എന്ത് ചെയ്തു? ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്നു. ഇനി ലയന കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് കാശ്മീർ. ഇതാ ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ അല്ലെങ്കിൽ ലയന കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണ്? അത് കാശ്മീരാണ്. 1947 ഒക്ടോബർ 26 കാശ്മീർ ഇന്ത്യയിൽ ലയിക്കാൻ സമ്മതിച്ചുകൊണ്ട് ലയന കരാർ ഒപ്പുവെച്ചു. അതായത് ആ സമയത്ത് രാജാവാരായിരുന്നു? രാജാ ഹരിസിംഗ്. പാകിസ്ഥാൻ ആക്രമിക്കാൻ വരുന്ന സമയത്ത് ഇന്ത്യയോട് സഹായം തേടുകയും ആ സഹായത്തിന് പകരമായി ഇന്ത്യയുമായി ലയന കരാർ ഒപ്പുവെക്കണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് 1947 ഒക്ടോബർ 26 കാശ്മീർ ഇന്ത്യയിലേക്ക് ലയിക്കാൻ സമ്മതിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് 1947 നവംബറിൽ 1 വർഷത്തേക്കുള്ള തസ്ഥിതി കരാറിൽ ഇന്ത്യ ഗവൺമെന്റുമായി ഒപ്പുവെച്ച നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്.
1947 നവംബറിൽ ഒരു വർഷത്തേക്കുള്ള തൽസ്ഥിതി കരാറിൽ ഇന്ത്യ ഗവൺമെന്റുമായി ഒപ്പുവെച്ച നാട്ടുരാജ്യം ഹൈദരാബാദ്. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടി, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടി, അത് ഓപ്പറേഷൻ പോളോ. 1948 നടത്തിയ ഓപ്പറേഷൻ പോളോ ആണ് ഹൈദരാബാദിനെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഈ ഓപ്പറേഷൻ പോളോ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഓപ്പറേഷൻ കാറ്റർപില്ലർ. ഓപ്പറേഷൻ കാറ്റർപില്ലർ നമ്മുടെ പരീക്ഷകളിൽ ഇനി ചോദിക്കാൻ സാധ്യത നമുക്ക് കൽപ്പിക്കുന്ന ഒരു പേരാണ് ഓപ്പറേഷൻ കാറ്റർപില്ലർ. മനസ്സിലാക്കുക, ഇതുവരെയുള്ള പരീക്ഷകൾ കൃത്യമായി ചോദിച്ചിട്ടില്ല, പക്ഷെ ചിലതിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഓർത്തു വെക്കുക, ഓപ്പറേഷൻ കാറ്റർപില്ലർ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ പോളോയുടെ മറ്റൊരു പേരാണ്. അതായത് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടി തന്നെയാണ് ഓപ്പറേഷൻ കാറ്റർപില്ലർ എന്നും അറിയപ്പെടുന്നത്. ഇനി ഹൈദരാബാദ് ഇന്ത്യയിൽ ലയിക്കുമ്പോൾ നൈസാമാരായിരുന്നു? മിർ ഉസ്മാൻ അലിയാണ്. മിർ ഉസ്മാൻ അലിയാണ് ഹൈദരാബാദ് ഇന്ത്യയിൽ ലയിക്കുമ്പോൾ നൈസാമായി ഉണ്ടായിരുന്നത്. മിർ ഉസ്മാൻ അലി. മറ്റൊന്ന്, ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്ത വർഷം ചോദിച്ചാൽ 1948 സെപ്റ്റംബർ മാസം. 1948 സെപ്റ്റംബർ മാസമാണ് ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത്. അടുത്തത്, അപ്പോ ഹൈദരാബാദുമായി കാശ്മീരുമായി രണ്ട് നാട്ടുരാജ്യങ്ങൾ എന്തായി? വീണ്ടും 565 എന്താണ് 3 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ 564 ഇനി ഒറ്റൊന്നാളുള്ളത് 565 ജുനഗഡ്. റഫറണ്ടം അഥവാ ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് ജുനഗഡ്. റഫറണ്ടം അല്ലെങ്കിൽ ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ചോദിച്ചാൽ അത് ജുനഗഡ്. ജുനഗഡ് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലാണ് ജുനഗഡ് സ്ഥിതി ചെയ്യുന്നത് ഓർക്കുക. അപ്പൊ 3 നാട്ടുരാജ്യങ്ങളാണ് കാശ്മീർ, ഹൈദരാബാദ്, ജുനഗഡ്. അപ്പൊ ജുനഗഡ് എങ്ങനെയാണ്? റഫറണ്ടം, അതാണ് ഇമ്പോർട്ടന്റ്. ഓപ്പറേഷൻ പോളോ അല്ലെങ്കിൽ കാറ്റർപില്ലർ ഓർക്കുക, അതുപോലെ തന്നെ റഫറണ്ടം അല്ലെങ്കിൽ ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം എന്ന ചോദ്യം വന്നാലും ഉത്തരം ഏതാണ്? ജുനഗഡ്. എവിടെയാണ്? ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്നാവശ്യപ്പെട്ട് ഉയർന്നു വന്ന ജനകീയ സമരത്തിന്റെ നേതാവ് കൂടി പഠിക്കാം, സമൽ ദാസ് ഗാന്ധി. ആരാണ്? സമൽ ദാസ് ഗാന്ധി. ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്നാവശ്യപ്പെട്ട് ഉയർന്നു വന്ന ജനകീയ സമരത്തിന്റെ നേതാവാണ് സമൽ ദാസ് ഗാന്ധി. ജുനഗഡിൽ റഫറണ്ടം നടന്നത് 1948 ഫെബ്രുവരി 24 1948 ഫെബ്രുവരി 24 ജുനഗഡിൽ എന്ത് നടന്നു? ഒരു റഫറണ്ടം നടന്നു, ജനഹിത പരിശോധന. അങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കുന്നത്. ഒരു കാര്യം, ഈ ലയിക്കുന്ന സമയത്തെ ജുനഗഡിലെ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് മഹബത്ത് ഗാഞ്ചി മൂന്നാമനാണ്. മുഹമ്മദ് മഹബത്ത് ഗാഞ്ചി മൂന്നാമൻ. മനസ്സിലാക്കുക. അതായത് ജുനഗഡ് ഇന്ത്യയിലേക്ക് ലയിക്കുമല്ലോ, ആ ലയിക്കുന്ന സമയത്ത് ജുനഗഡിലെ ഭരണാധികാരി മുഹമ്മദ് മഹബത്ത് ഗാഞ്ചി മൂന്നാമൻ എന്നാണ്. അപ്പൊ പ്രൈവി പേഴ്സ്, അതായത് പ്രിവി പേഴ്സ് നിയമം ഈ സമയത്ത് എന്താണ്, ഈ ലയിക്കുന്ന രാജാക്കന്മാർക്ക് ഇത്ര ഒരു എമൗണ്ട് തരാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അതിവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടി വന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? അത് പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം എന്നിവയാണ്. ലയനക്കരാർ ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ ഏത് വകുപ്പ് കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടി വന്നു? അതിലൊന്ന് പ്രതിരോധ വകുപ്പും മറ്റൊന്ന് വാർത്താവിനിമയം, വേറൊന്ന് വിദേശകാര്യവുമാണ് എന്നുകൂടി അവിടെ പഠിച്ചു വെക്കുക. ഇനി 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ചോദിച്ചാൽ ഒന്ന് പോണ്ടിച്ചേരി, മറ്റൊന്ന് മാഹി, കാരക്കൽ, യാനം. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം അതാ പുതുച്ചേരിയുടെ കീഴിലുള്ള ആ പ്രദേശമാണ് ഫ്രഞ്ച് ഇന്ത്യക്ക് കൈമാറിയത്. എപ്പോഴാണ്? 1954 എന്നോർത്ത് വെക്കുക. ഓക്കെ. ഇനി 1961 പോർച്ചുഗൽ ഇന്ത്യക്ക് കൈമാറിയ പ്രദേശങ്ങളാണ് ഗോവയും ദാമന്തിയും. 1961 പോർച്ചുഗൽ ഇന്ത്യക്ക് ഈ അധിനിവേശ പ്രദേശങ്ങൾ കൈമാറിയത്. ഇനി നമുക്ക് പലരും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ പല ഭാഗങ്ങളിലും നമ്മൾ അധികം പഠിക്കാത്തൊരു കാര്യമുണ്ട്. തിരുവിതാംകൂർ നാട്ടുരാജ്യം, നമ്മുടെ തിരുവിതാംകൂർ നാട്ടുരാജ്യവും എന്താണ്? ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചിരുന്നു. ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരിക്കുമെന്നാണ് CP രാമസ്വാമി അയ്യർ പ്രഖ്യാപിച്ചത്. നാട്ടുരാജ്യം തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിൽക്കുമെന്നും ഇന്ത്യൻ യൂണിയനിൽ ചേരില്ല എന്നും CP രാമസ്വാമി അയ്യർ പ്രഖ്യാപിച്ചു. അതങ്ങനെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ തൊട്ടടുത്ത ദിവസം ഹൈദരാബാദ് നൈസാമും ഭോപ്പാലിലെ നവാബും ഇങ്ങനെ തന്നെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. അതായത് ഇവരും സ്വതന്ത്രമായി നിൽക്കുന്ന തീരുമാനം. എന്നാൽ അതിന്റെയൊക്കെ ഫലമായി 1947 ജൂലൈ 30 തിരുവിതാംകൂർ ഇന്ത്യയിൽ ചേർന്നു. ഓർക്കുക, അപ്പൊ തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ 1947 ജൂലൈ 30 തിരുവിതാംകൂർ ഇന്ത്യയിൽ ചേർന്നത്. 47 ജൂലൈ 30. അതുപോലെ തന്നെ മണിപ്പൂരും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല. മണിപ്പൂരും എന്താണ്? ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ എന്താണ്? താല്പര്യം പ്രകടിപ്പിച്ചില്ല. 1948 ജൂണിൽ
മണിപ്പൂരിലെ രാജാവായിരുന്ന ബോധചന്ദ്ര സിംഗ് എന്ത് ചെയ്തു? ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തി. അതായത് മണിപ്പൂർ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ താല്പര്യമില്ല, ചേരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ 48 ജൂണിൽ ആ രാജാവ് ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തി. ആര്? ബോധചന്ദ്ര സിംഗ്. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. മണിപ്പൂരിലൊരു നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. അങ്ങനെ ഭരണഘടനാപരമായ ഒരു രാജവാഴ്ച മണിപ്പൂരിൽ നിലവിൽ വന്നു. എന്നാൽ ഈ ഒരു നിയമനിർമ്മാണ സഭയിൽ എന്താണ്? പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയി തുടങ്ങി. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി. അവിടുത്തെ സ്റ്റേറ്റ് കോൺഗ്രസ് ഇന്ത്യൻ യൂണിയൻ ലയിക്കണമെന്ന് മണിപ്പൂർ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചു. അതായത് സ്റ്റേറ്റ് കോൺഗ്രസ് ലയനത്തെ പിന്തുണച്ചു. എന്നാൽ മറ്റ് പല പ്രാദേശിക പാർട്ടികളും ഇതിനെ എതിർത്തു. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായി. അങ്ങനെ അവസാനം 1949 സെപ്റ്റംബറിൽ ലയന കരാർ ഒപ്പിടുന്നതിൽ ഇന്ത്യ ഗവൺമെന്റ് വിജയിക്കുകയാണ് ഉണ്ടായത്. 1949 സെപ്റ്റംബറിലാണ് ലയന കരാർ ഒപ്പിടുന്നതിൽ ഇന്ത്യ ഗവൺമെന്റ് വിജയിച്ചതെന്ന് മനസ്സിലാക്കുക. അതിന്റെ പല അലയലുകളും ഇപ്പോഴും ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കപ്പെടുന്നത്. അതായത് ഇങ്ങനെയുള്ള സെപ്പറേറ്റ് ആയി നിൽക്കാതിരുന്നതിന്റെ പല അലയലുകളും ഇപ്പോഴും അവിടെ പ്രശ്നങ്ങളായിട്ട് ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഈ ഒരു പോയിന്റ് പ്രത്യേകം പഠിക്കുക. നമ്മുടെ SCERT അടക്കമുള്ള അല്ലെങ്കിൽ നമ്മുടെ ലിറ്ററസി മിഷന്റെ പാഠപുസ്തകത്തിലടക്കം ഇത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ പുതുതായി കേൾക്കുന്നതാണെങ്കിൽ കൂടി അതൊന്ന് പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ആ പേരുകളൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പേരുകാരനാണ് VP മേനോൻ. വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന VP മേനോൻ. വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന VP മേനോനെ കുറിച്ചാണ്. അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മലയാളിയാണ് VP മേനോൻ. അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിൽ മുഖ്യ പങ്ക്, അതായത് നമ്മുടെ പട്ടേലിന്റെ കൂടെ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് VP മേനോൻ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭരണത്തലവനും സെക്രട്ടറിയുമായിരുന്ന മലയാളിയാണ് VP മേനോൻ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭരണത്തലവനും സെക്രട്ടറിയുമായിരുന്നു. അതിന്റെ മന്ത്രി പട്ടേലാണ്. ഇനി VP മേനോൻ എഴുതിയ പുസ്തകങ്ങൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതൊന്ന് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം. അതുപോലെ ദ സ്റ്റോറി ഓഫ് ദി ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ദ സ്റ്റോറി ഓഫ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന 2 പുസ്തകങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ഇനി മലയാളിയായ ആദ്യത്തെ ഗവർണറാണ് VP മേനോൻ. ഒഡീഷയുടെ ഗവർണറായിട്ടാണ് VP മേനോൻ ചുമതലയേറ്റത്. അതായത് ആദ്യത്തെ മലയാളി ഗവർണർ ചോദിച്ചാൽ VP മേനോൻ ആണ് ഒഡീഷ ഗവർണർ. 1951 വർഷം. എന്നാൽ SCERT പറയുന്നത് 52 SCERTയിൽ 52 നമ്മുടെ അല്ലാതെ പഠിക്കുന്ന 51 അത് ഓർത്ത് വെക്കുക. ഇനി നമ്മുടെ ലൂയി മൗണ്ട് ബാറ്റന്റെ രാഷ്ട്രീയ ഉപദേശമായിരുന്നു ആര്? VP മേനോൻ. നമ്മുടെ ലൂയി മൗണ്ട് ബാറ്റന്റെ അവസാനത്തെ നമ്മുടെ ഗവർണർ ജനറൽ ആയിരുന്ന മൗണ്ട് ബാറ്റന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിരുന്നു ആര്? VP മേനോൻ. അതുപോലെ മൗണ്ട് ബാറ്റൻ ഇന്ത്യ വിഭജിക്കാൻ വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നു. ആ പദ്ധതിയെ ആര്? നെഹ്റു ശക്തമായി എതിർത്തു. മൗണ്ട് ബാറ്റന്റെ ആദ്യത്തെ ഇന്ത്യ വിഭജന പദ്ധതിയെ നെഹ്റു ശക്തമായി എതിർത്തു. തുടർന്നാണ് പുതിയ ഒരു പദ്ധതി വരുന്നത്. ആ പദ്ധതിയുടെ കരട് രൂപം തയ്യാറാക്കിയത് VP മേനോനാണ്. തുടർന്ന് പുതിയ വന്ന പദ്ധതിയുടെ കരട് രൂപം തയ്യാറാക്കിയത് VP മേനോനാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി VP മേനോൻ മലയാളിയാണ് എന്ന് കൂടിയുള്ള വസ്തുത മനസ്സിലാക്കുക. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് VP മേനോൻ ജനിക്കുന്നത്. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത്. ഇനി 1965 ഡിസംബർ 31 മരണമടഞ്ഞു. 1965 ഡിസംബർ 31 മരണമടയുകയും ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇതാണ് VP മേനോൻ. ഇനി മറ്റൊരു ഏരിയയിലേക്ക് വീണ്ടും ചോദ്യങ്ങൾ കടന്നു വരുന്ന മറ്റൊരു ഏരിയ, നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിച്ച 2 മാർക്കോളം നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മാത്രം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതാണ് നാട്ടുരാജ്യ സംയോജനവും സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയും. ഇനി സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയി ഓർത്തു വെക്കണം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന ആവശ്യം ആദ്യമായി ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനം, അത് നാഗ്പൂർ സമ്മേളനം 1920. നമ്മുടെ SCERTയിൽ കൃത്യമായി പറയുന്ന ഒരു പോയിന്റ്. അതായത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന ആവശ്യം പല രീതിയിൽ ഉയർന്നു വന്നു. അങ്ങനെ ആദ്യമായി അത് ഉയർന്നു വന്ന ഒരു കോൺഗ്രസ് സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം. 1920 നാഗ്പൂർ സമ്മേളനം. ആ നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ C വിജയരാഘവാചാര്യരാണ്. സോറി, ഇവിടെ ഒരു തെറ്റുണ്ട്. വിജയരാഘവാചാര്യരാണ് ഈ ഒരു നാഗ്പൂർ സമ്മേളനം 1920 അധ്യക്ഷൻ എന്ന് പറയുന്നത് വിജയരാഘവാചാര്യർ. ഓർത്തു വെക്കുക. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം ആവശ്യം ആദ്യമായി ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനം SCERTയിലുണ്ട്. 1948 ജൂണിൽ ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്തു? ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ നിയമിച്ചു. ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ 1948 ജൂണിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. അതിന്റെ അധ്യക്ഷൻ SK ദർ ആണ്. ആരാണ്? SK ദർ ആണ് അതിന്റെ
അധ്യക്ഷൻ. അപ്പൊ എസ് കെ ധരൻ അധ്യക്ഷനായ ഭാഷാ പ്രവിശ്യ കമ്മീഷനെ നിയമിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് 1948. എന്നാൽ 1948 ഡിസംബറിൽ കോൺഗ്രസും ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. 1948 ഡിസംബറിൽ കോൺഗ്രസ് എന്ത് ചെയ്തു? ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷൻ നിയമിച്ചു. അതാണ് JVP കമ്മിറ്റി. ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നിവരായിരുന്നു ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ. അവരാണ് JVP. ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. അതാണ് JVP കമ്മിറ്റി. അത് രൂപീകരിച്ചത് കോൺഗ്രസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിന്റെയൊക്കെ ശ്രമഫലമായിട്ട് എന്ത് ചെയ്തു? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം വേണമെന്ന ആവശ്യവുമായി നിരവധി സമരങ്ങൾ ഉണ്ടായി. അങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപം കൊണ്ടൊരു സംസ്ഥാനമാണ് ആന്ധ്ര. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം രൂപം കൊണ്ടു. ആന്ധ്ര സംസ്ഥാനത്തിൽ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. 58 ദിവസത്തെ നിരാഹാരത്തിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. അതായത് ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി ചോദിച്ചാൽ പോറ്റി ശ്രീരാമലു. അങ്ങനെ ആദ്യമായി ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനം ആന്ധ്ര. ഇന്ന് നമ്മൾ ആന്ധ്രാപ്രദേശ് എന്ന് പറയും. ആന്ധ്ര 53 ഒക്ടോബർ 1. ഇതാണ് അദ്ദേഹം. പോറ്റി ശ്രീരാമലുവിന്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. അതിനുശേഷം എന്താണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നു. അതിന്റെ അധ്യക്ഷനാണ് ഫസൽ അലി. ആരാണ്? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായി നിലവിൽ വന്നത് ഫസൽ അലിയാണ്. ഈ കാണുന്ന വ്യക്തി ഫസൽ അലി. അംഗങ്ങളായി സർദാർ KM പണിക്കർ, സർദാർ കാവാലം മാധവ പണിക്കർ എന്നാണ് പേര്. സർദാർ KM പണിക്കർ, HN ഗുൻസ്രു എന്നിവർ എന്ത് ചെയ്തു? ഈ ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളായി. മനസ്സിലാക്കുക. ഫസൽ അലി, സർദാർ KM പണിക്കർ, HN ഗുൻസ്രു. ഫസൽ അലി, സർദാർ KM പണിക്കർ, HN ഗുൻസ്രു. ഇതാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയും അംഗങ്ങൾ KM പണിക്കറും HN ഗുൻസ്രു. വ്യക്തമായി പഠിച്ചൊക്കെ ഒരുപാട് തവണ പരീക്ഷയിൽ ആവർത്തിച്ച് വന്നിരിക്കുന്ന ഒരു ഏരിയയാണ് ഇത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? അതുപോലെ അംഗങ്ങളായ മലയാളിയായ സർദാർ KM പണിക്കർ, മറ്റൊരാൾ HN ഗുൻസ്രു. ഇതാണ് ആ 3 പേരും. ഓർത്തു വെക്കുക. ഇനി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1953 അധ്യക്ഷൻ ഫസൽ അലി, അംഗങ്ങൾ സർദാർ KM പണിക്കറും HN ഗുൻസ്രു. എന്നാൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 1956 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നു. ഇതെല്ലാം SCRT-യിലുണ്ട്, ചോദിക്കുന്നതാണ്. പരീക്ഷയിൽ ഒരുപാട് തവണ കടന്നു വന്നതാണ്, പഠിച്ചു നോക്കണം. ഓക്കെ. ഇനി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്നതും 56 തന്നെ. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന 56 തന്നെയാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടക്കുകയും ചെയ്തത്. ഇത് പ്രകാരം 1956 നവംബർ 1 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. 56 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. ഇന്ന് നിലവിൽ എത്ര സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറി അല്ലെ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ആ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ചണ്ഡീഗഡ്, ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു. ഇത് ഒരുമിച്ചാണ്. അതായത് ദാദ്ര ആൻഡ് നഗർ ഹവേലിയോട് ദാമൻ ആൻഡ് ദിയു കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അങ്ങനെ ദാദ്ര, നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു എന്ന് വേണമെങ്കിൽ പറയാം. ഡൽഹി, അതുപോലെ ഡൽഹി നമ്മുടെ ക്യാപിറ്റൽ ടെറിട്ടറി, ലഡാക്ക്, ലക്ഷദ്വീപ്, ജമ്മു ആൻഡ് കാശ്മീർ, പുതുച്ചേരി എന്നിങ്ങനെയാണ് 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ആൻഡമാൻ നിക്കോബാർ, ചണ്ഡീഗഡ്, ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു, ഡൽഹി, ലഡാക്ക്, ലക്ഷദ്വീപ്, ജമ്മു ആൻഡ് കാശ്മീർ, അതുപോലെ പുതുച്ചേരി. ഇങ്ങനെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. നമ്മൾ പറഞ്ഞു 56 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശവും നിലവിൽ വന്നു. എന്നാൽ അതിനുശേഷം 15ാമത്തെ സംസ്ഥാനമായി നിലവിൽ വന്നത് ഗുജറാത്ത് ആണ്. 15, അതായത് 14ഉം 6ഉം. അതിനുശേഷം 15ാമത്തെ ഒരു സംസ്ഥാനമായി ഗുജറാത്ത് 1960 നിലവിൽ വന്നു. 1960 ഗുജറാത്ത് നിലവിൽ വന്നു. 25ാമത്തെ സംസ്ഥാനമായി 1987 ഗോവയും വന്നു. 25ാമത്തെ സംസ്ഥാനം ഗോവ 1987 നിലവിൽ വന്നു. എന്നാൽ ഇന്ത്യയിലെ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം ചോദിച്ചാൽ അത് തെലങ്കാനയാണ്. തെലങ്കാന 2014 ജൂൺ 2 തെലങ്കാന രൂപം കൊണ്ടത്. 2014 ജൂൺ 2 തെലങ്കാന ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് തെലങ്കാന രൂപം കൊണ്ടു. 2014 ജൂൺ 2 തെലങ്കാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ചോദിച്ചാൽ BN ശ്രീകൃഷ്ണ കമ്മിറ്റിയാണ്. BN ശ്രീകൃഷ്ണ കമ്മിറ്റി. ഓക്കെ.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു രണ്ട് ഭാഗത്തു നിന്ന് പഠിക്കാനുള്ള സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ, അതായത് അതുപോലെ തന്നെ നാട്ടുരാജ്യ സംയോജനവും. രണ്ട് ഏരിയയിൽ നിന്ന് നമുക്ക് 2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ കൃത്യമായി പഠിച്ചു വെക്കുക. ഈ ഭാഗത്ത് നിന്ന് മാർക്കുകൾ വാരിക്കോരി നമുക്ക് നേടാനുള്ളതാണ്. ഇത് തന്നെ കൃത്യമായി പഠിക്കുക. ഇതിൽ ഈ ഒരു PDF നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ PDF നിങ്ങൾ 1-2 തവണ വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സുകൾ കൃത്യമായി കാണുക. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നന്നായി ലൈക്ക് ചെയ്യുക. അതുപോലെ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്താം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്